കിടിലൻ പ്രമോ രോമാഞ്ചം ഉണ്ടാക്കുന്ന പ്രമോ പവർ റൂം ഡെൻ റൂം പൂട്ടി. ജിൻഡോനോട് ഗബ്രി മാപ്പ് പറയാതെ ഡെൻ റൂം തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പവർ റൂം അംഗങ്ങൾ പുതിയ ഒരു ചട്ടം കൊണ്ടുവന്നേക്കാണ്. അവർ നല്ല കട്ടപ്പ ശാസനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിബിനും അതുപോലെ പൂജയും ജാൻമണിയും ജിൻഡോയും ഋഷിയും ഒക്കെ ചേർന്ന് ശരണ്യൊക്കെ ചേർന്ന് ഭയങ്കര രീതിയിലുള്ള കട്ടപ്പ ശാസനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജിൻഡോയോട് മാപ്പ് പറയാതെ ഗബ്രി മാപ്പ് പറയാതെ അവർ തുറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഉഗ്രനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പവർ റൂം തോന്നുന്നു. കാരണം സിബിന് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ അറിയാവുന്നത് കൊണ്ടും ആളുകളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇപ്പം ഭയങ്കര രസമായിട്ട് മാറുന്നുണ്ട്. മാപ്പ് പറയില്ല എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അവിടെ ഗബ്രിയും ജാസ്മിനും റസ്മിനും അപ്സരയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണെങ്കിലും മാപ്പ് പറയാതെ ഇത് തുറക്കത്തില്ല, കട്ടപ്പ ശാസനം എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ ഒക്കെ ഇരിക്കുന്ന കണ്ടാലും ഭയങ്കര രസമായിട്ട് തോന്നും. ക്യാപ്റ്റനും പവർ റൂമിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇവരിനി ചെയ്യാൻ പോണ ശിക്ഷകളൊക്കെ ഭയങ്കര രസമുള്ളതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സിബിനുള്ളത് കൊണ്ട് ശിക്ഷകളും പണിഷ്മെൻറ്റും ഇവരുടെ പെർഫോമൻസും ഒക്കെ ഇനി കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും റേറ്റിംഗ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രമോ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തോ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. കാരണം ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഗബ്രിയൊക്കെ അവിടെ ഇരിക്കുന്നത്. ഒരു സ്ത്രീവേഷമൊക്കെ പോലെ തോന്നുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അടിപൊളി പ്രമോ ആണ് ഇതുവരെ വന്നതിൽ. കിടിലൻ പ്രമോ ആണ്. സാധാരണ വഴക്കിടുമ്പോഴാണ് നമ്മളൊരു പ്രമോ ആകാംക്ഷയോടുകൂടി കാണുന്നത്. ഇതുപോലത്തെ കോമഡി തരത്തിലുള്ള ഒരു പ്രമോ കണ്ടതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. ഈ പവർ റൂമിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി മെമ്പേഴ്സൊക്കെ സന്തോഷത്തോടു കൂടി നോക്കിയിരിക്കുന്നതും കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ പ്രമോ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.